ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമ്മളിന്നതേ നമ്മളെ കൂടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ക്യൂട്ട് ബേബിയാണ് നമ്മളെ കൂടെ ഉള്ളത്, അതായത് റോയൽ എൻഫീൽഡ് ഹണ്ടർ 350. അപ്പോൾ നമുക്ക് ഇന്ന് ഇവൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ട് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ വണ്ടിയുടെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ എൻജിൻ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SOHC എൻജിനാണ് ഇതിൽ വരുന്നത്. 349.34 cc, അതാണ് ഇതിൻ്റെ എക്സാക്ട് CC എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു എൻജിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഈ എൻജിന് വെയിറ്റ് എന്ന് പറയണത് ഒരു പ്രശ്നമേ അല്ല. അതായത് ഭയങ്കര ടോർക്കി ആയിട്ടുള്ള ഒരു എൻജിനാണ്. എത്ര കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും ഇത് അടിപൊളിയായിട്ട് വലിച്ചെടുത്ത് തന്നെ കൊണ്ടുപോകും. പിന്നെ മെയിനായിട്ട് റോയൽ എൻഫീൽഡിൽ കണ്ടുവന്നിട്ടുള്ള ഒരുവിധം എല്ലാ വണ്ടിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല വെയിറ്റുള്ള വണ്ടികളായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് നോക്കുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഏറ്റവും കുട്ടി ബൈക്ക് എന്ന് തന്നെ പറയാം. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഹണ്ടർ 350 ആണ്. ഷോർട്ട് മോട്ടോർ സൈക്കിൾ എന്നാണ് റോയൽ എൻഫീൽഡ് തന്നെ ഇതിന് നാമം കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിൻ്റെ ടാങ്കിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്കിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ 300 mm ഡിസ്കും ബാക്ക് സൈഡിൽ 220 mm ഡിസ്കുമാണ് വരുന്നത്. നമുക്ക് ഡ്യുവൽ ചാനൽ ABS കൂടിയിട്ടാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിനെ പിടിച്ചു നിർത്താനുള്ളൊരു ബ്രേക്കിംഗ് എന്തായാലും ഈ വണ്ടിക്ക് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ് ഫ്രണ്ട് സൈഡ് വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആയതുകൊണ്ട് തന്നെ ബാക്കും അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാലും മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് തന്നെയാണ്. അതിൽ തന്നെ അത്യാവശ്യം ഈ ഒരു വണ്ടിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലോജൻ ബൾബ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ടുള്ള പ്രകാശം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള 2 ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കാണാം. പിന്നെ ഇതിൻ്റെ ഓണർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇതിൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അൻസിൽ എന്ന് പറയും, അവൻ്റെ ഇതിൽ ഹാൻഡിൽ കുറച്ച് റൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല നീറ്റായിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡും ഇതിൽ അവന് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു ഗ്രില്ലൊക്കെ ഇട്ട് അത്യാവശ്യം. ഞാൻ നോക്കുമ്പോൾ തന്നെ ഇവൻ എപ്പോഴും നല്ല രീതിക്ക് തന്നെ തേച്ച് മിനുക്കിയിട്ട് തന്നെയാണ് ഈ വണ്ടി കൊണ്ടുനടക്കാറ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ബ്യൂട്ടിയും ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ട്ടാ. പിന്നെ അതേപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഈ ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ. നമുക്കിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും ആ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ ആ ഒരു പൊട്ടൽ. നമുക്കിങ്ങനെ റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് പോവുക, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു സ്പോർട്സ് ബൈക്കൊക്കെ ഓടിക്കുന്ന പോലെ കുറച്ച് കൈയൊക്കെ കൊടുത്ത് ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്ത് ഒന്ന് വലിപ്പിച്ചെടുത്ത് പൊട്ടിച്ച് അങ്ങനെയൊക്കെ പോകാൻ തോന്നുന്ന ഒരു പ്രത്യേകതര ഒരു വണ്ടിയാണിത്, റോയൽ എൻഫീൽഡ് ഹണ്ടർ 350. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചസിൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കിൽ സ്വിച്ച് വരുന്നുണ്ട്. നോർമലി വണ്ടികളിൽ കണ്ടുവരുന്ന പോലെയല്ല, ഒരു പ്രത്യേകതരം ഡിസൈനിൽ തന്നെയാണ് ഇപ്രാവശ്യം അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഹസാർഡിൻ്റെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. പിന്നെ നമുക്കിത് ഇവിടെ ഒരു ഡിമ്മ് ബ്രൈറ്റ് കാണാൻ വേണ്ടി പറ്റും. പാസ് റൈറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് പാസ് വരുന്നത്. സാധാരണ നോർമലി വണ്ടികളിൽ കണ്ടുവരുന്ന പോലെ അല്ല, ഇതിനൊരു പ്രത്യേകതരം സ്വിച്ചസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ, പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ സ്വന്തം ഒരു ഹോണും.
ഇതിൻ്റെ ബാക്ക് സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റ് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. റോയൽ എൻഫീൽഡ് ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മീറ്റർ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് ഇവിടെ ടൈം കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗിയർ കാണാൻ പറ്റും. ട്രിപ്പ് 1, ട്രിപ്പ് F. ഇതിൻ്റെ ട്രിപ്പ് Fൽ 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയാനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്കിതിൽ നാവിഗേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കിതിൽ USB പോർട്ടും വരുന്നുണ്ട് കേട്ടോ, മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞുതരാം. എന്താണ് ഈ വണ്ടിയുടെ പവർ, എന്താണ് ഈ വണ്ടിയുടെ ടോർക്ക്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നമുക്ക് നോക്കാം. എന്നെ സംബന്ധിച്ച് ഈ വണ്ടി എനിക്ക് 2 കാലും താഴെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. പ്ലാന്റഡ് ഫുഡാണ്. ബാക്കി നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം. യെസ്, ലെറ്റ്സ് ഗോ. അതായത് എൻ്റെ ഒരു ഫീൽ എന്ന് പറയാനുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നേരെ എക്സ്പൾസ് റാലിമൽ നിന്നാണ് ഇതുമൊക്കെ നേരെ വന്ന് കയറിയത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതുള്ളൂ, ഒരു കുതിരയുടെ പുറത്തിരുന്ന് പോണ പോലെ തന്നെയാണ് എക്സ്പൾസ് റാലി എന്ന് പറയുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ ഒരു കുഞ്ഞ് ബൈക്ക്, അതായത് ഒരു കുട്ടി ബൈക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പിള്ളേർക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്ന ഒരു ടോയ് തന്നെയാണിത് ശരിക്കും റോയൽ എൻഫീൽഡ് ഉണ്ടാക്കി വെച്ചേർക്കണത്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ്റെ സ്പെക്കിലേക്ക് എടുത്ത് നോക്കുമ്പോൾ 20.4 PS 6100 RPM-ലാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ 27 Nm ടോർക്ക് 4000 RPM-ലാണ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ വെറും 177 kg ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 20 bhp നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടയറിൽ നല്ലോണം തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് വലിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ എന്താണ് ഇതിൻ്റെ പവർ എന്നുള്ളത്. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ കയ്യിൽ നിന്ന് തെറിച്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്കിയുള്ള റോയൽ എൻഫീൽഡ് 350യുടെ പെർഫോമൻസ് അല്ല ഈ ഒരു 100-ന് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇതിലേക്ക് പവർ അറിയാൻ പറ്റും. ആ ഒരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുനടക്കാനും പറ്റും നമുക്ക് ഈ ഒരു വണ്ടി. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൽ നമ്മൾ ഡബിൾസ് ഒക്കെ വെച്ച് പോകുമ്പോഴാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വേറൊന്നുമല്ല, അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് കുറച്ച് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഡബിൾസ് വെച്ച് പോകുമ്പോൾ മാത്രം. സിംഗിൾസ് വെച്ച് പോകുമ്പോൾ പെർഫെക്റ്റ് ഓക്കെ, ഒരു പ്രശ്നവുമില്ല, അടിപൊളിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഈ ഒരു റോയൽ എൻഫീൽഡ് 100-നോട് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ, അതായത് റോയൽ എൻഫീൽഡിൻ്റെ പക്ഷികളിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളതെന്ന് തന്നെ പറയാൻ പറ്റും. ഒരു പെങ്കിൻ പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യും ഇതിനെ കാണുമ്പോൾ. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര കുഞ്ഞു വണ്ടിയാണ്. ഷോർട്ട് വണ്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഭൂമിയിൽ ഇറങ്ങിയിരുന്ന് ഓടിക്കുന്ന പോലെയാണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്യണത്. വണ്ടി ഭയങ്കരമായിട്ട് ഉള്ളം കയ്യിലാണ്. കോർണറിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കോർണറിങ് ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞെങ്കിലും ഇതൊരു കുട്ടി വണ്ടി ആയതുകൊണ്ടാണ് ഇത്ര സുഖമെന്ന് പറയുന്നത്. ഇതൊരു കോർണറിങ് ഓറിയൻറ്റഡ് വണ്ടിയൊന്നും അല്ല. കാരണം ഇത് നന്നായി ചേരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി തട്ടും. പക്ഷേ കോർണർ ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ഇത്രയും ഷോർട്ടായിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും സൂട്ടാവണ ഒരു വണ്ടിയാണിത്. എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും ഹൈറ്റ് കൂടിയവർക്കാണെങ്കിലും ഈ വണ്ടി സ്യൂട്ടാണ്. കാരണം ഇതിൻ്റെ സീറ്റ് എന്ന് പറയാനുള്ളത് കുറച്ച് വൈഡാണ്. നമുക്കിത്
ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് കയറിയിരുന്ന് ഓടിക്കാം, കുറച്ച് പുറകിലേക്ക് ഇരുന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് തന്നെ ഓടിക്കാൻ പറ്റും. കുറച്ച് ഹൈറ്റ് കൂടിയവർക്കാണെന്നുണ്ടെങ്കിലും കാല് വെക്കണോണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒരു 2 years അല്ലെങ്കിൽ ഒരു 3 years ബാക്കിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ ഒരുപാട് കണ്ടുവന്നിരുന്നൊരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് V3 ഒരുപാട് വണ്ടികൾ നമ്മൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഭയങ്കര ബ്യൂട്ടിയാണ് ആ വണ്ടി കാണാൻ, ഭയങ്കര അഫോർഡബിൾ ആണ് ആ വണ്ടി. ഒരുപാട് യമഹയുടെ V3 വണ്ടികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ റൈറ്റ് നൗ അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു 100-350 ഒരുപാട് വണ്ടികളാണ് നമുക്കിപ്പോൾ റോഡിലിറങ്ങിയാൽ കാണാൻ പറ്റുന്നത്. തന്നെയല്ല, നമുക്കത് കണ്ട് മടുക്കണമെന്നില്ല. പിന്നെ ഈ വണ്ടി 3 വേരിയൻറ്റിലാണ് വരുന്നത്. അതായത് റെട്രോ, മെട്രോ, അതുപോലെ തന്നെ റിബൽ ബ്ലൂ എന്നും പറഞ്ഞിട്ടുള്ളത്. ഇതാണ് റിബൽ ബ്ലൂ, ഇതാണ് ടോപ്പ് വേരിയൻറ്റ്. ഫസ്റ്റ് ബേസ് മോഡൽ എന്ന് പറയുകയാണെങ്കിൽ റെട്രോ ആണ് വരുന്നത്. പിന്നെ മെട്രോ, ഇതിനെന്ന് പറയുമ്പോൾ ഡ്യുവൽ ചാനൽ ABS-ഉം അതുപോലെ തന്നെ ഡ്യുവൽ ഡിസ്കും ആണ് വരുന്നത്. റെട്രോയ്ക്കാണെന്നുണ്ടെങ്കിൽ റെട്രോയ്ക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ് മാത്രം ഡിസ്ക് വരുന്നുള്ളൂ, റിയറിൽ ABS ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഡിസ്കും ഉണ്ടാവില്ല. ഒരുപാട് ഗേൾസ് ഈ ഒരു 100-350 എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ മെയിൻ കാരണമാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. കാരണം 800 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര ഫ്ലിക്കബിളായിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ ഈവൻ നമ്മുടെ കാലിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗേൾസിന് ഇതൊന്നുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വണ്ടിയിൽ ഓടിച്ച് പഠിക്കാനായിട്ട് അങ്ങനെ പവർ കൊണ്ട് അങ്ങനെ പേടിപ്പിക്കുന്നില്ല, ഒരു ജസ്റ്റ് കുറച്ച് എക്സലറേഷനിൽ കൺട്രോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക്, ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു വണ്ടി വെയിറ്റ് കൊണ്ട് നിങ്ങളെ തളർത്തില്ല. എന്തായാലും വെയിറ്റ് ഹൈറ്റ് ഇത്ര കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു മുഖമുദ്ര ഈ വണ്ടിയിലും കൊടുത്തിട്ടുണ്ട് അവർ. അതായത് ഇവരുടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഈ മിററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് 2-3 എണ്ണമൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു അവരുടെ ഒരു മുഖമുദ്രയിലും കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും എന്താ പറയുക, മറ്റുള്ള വണ്ടിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ പഴയ ബുള്ളറ്റിനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇവർ ബിൽഡ് ചെയ്തിരിക്കണം. ഒന്നും കൂടി നല്ല റിഫൈൻമെൻ്റ് ഉള്ളൊരു വണ്ടിയാണ്. മറ്റുള്ള റോയൽ എൻഫീൽഡ് വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു വൈബ്രേഷനൊന്നും ഈ ഒരു 100-നില്ല. പിന്നെ വൈബ്രേഷൻസ് എവിടെ ഫീൽ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ട്രസ്റ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 80-100 നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഈ മിററൊക്കെ ചെറുതായിട്ട് ഇങ്ങോട്ട് ഗ്രിപ്പിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരും. അപ്പോൾ മിറേഴ്സിൽ നല്ലോണം തന്നെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു 100-350 റിബൽ ബ്ലൂവിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓണർ എടുക്കുമ്പോൾ 2 lakhs ആണ് ഇതിന് വരുന്നത്. 2,12,000 അങ്ങോട്ടാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ സ്യൂട്ട് ആവും എന്നുള്ളത് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിനായിട്ട് ഇതൊരു ടൂറർ വണ്ടിയല്ല. ടൂറർ വണ്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിനായിട്ട് നിങ്ങൾക്ക് വേറെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നോക്കാം എന്നുള്ളതുള്ളൂ. ഇതൊരു സിറ്റി യൂസ് വണ്ടി പോലെയാണ്. അതായത് ഒരു ഓഫീസ് വർക്ക്, ഓഫീസിനൊക്കെ പോകാനായിട്ട് അതിനാണ് ഒന്നുകൂടി സ്യൂട്ടബിൾ. അപ്പോൾ ഈ ഒരു വണ്ടി സിറ്റിയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാം ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോയെന്ന്. അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും നിലവിൽ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് അത്യാവശ്യം തൃശ്ശൂർ റൗണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്ലോക്കിലൊക്കെ ഞാനിങ്ങനെ പോയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒന്നുകൂടിയും കുറച്ചുകൂടിയും ഓഫ് റോഡൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഓഫ് റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കത് അപ്പുറത്തേക്കൊരു വഴി പോകുന്നുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് ജസ്റ്റ് പോയി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഞങ്ങളിതിനെ ഷോർട്ടാക്കിയിട്ട് വിളിക്കുന്നത് UK എന്നാണ്. അതായത് യുണൈറ്റഡ് കണ്ണോത്തുപാടം. റോഡ് എൻ്റെ ആയി, നമുക്ക് തിരിച്ചു പോവാം കേട്ടോ. പാടത്തിൻ്റെ നടുക്ക് ഞാനും പിന്നെ ദേ ഹണ്ടറും നമുക്ക് 2 വീഡിയോയും കൂടി എടുത്തിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫ് റോഡ് വണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ ഹിമാലയൻ്റെ 411 അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, 450 ഇറങ്ങിയിട്ടുണ്ട്, നോക്കാം. 450 എന്നൊക്കെ പറയുമ്പോൾ സെഗ്മെൻറ്റേ മാറിയിട്ടാ, അത് വേറെ കാര്യം. ഒരുമാതിരി ഭ്രാന്തം വണ്ടിയാണത്. അതിൻ്റെ റിവ്യൂ എന്തായാലും നമുക്ക് വേറെ ചെയ്യണത് തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടിയും ഓഫ് റോഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി അത്ര ഷൂട്ടല്ല, എന്നാലും ചെറിയ ഓഫ് റോഡുകളൊക്കെ ചെയ്യാമെന്ന് മാത്രം, ചെറുത്. അപ്പോൾ ഈ ഒരു വണ്ടി ആർക്കൊക്കെ ഷൂട്ടാവും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണ
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ തിരുത്തി തരേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.